വിസ്മയത്തിന്റെയും കൗതുകത്തിന്റെയും കലയാണ് സിനിമ. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും അത്ഭുതത്തിന്റെ പരിവേഷമുണ്ട്. സിനിമാ ലോകത്തിലെ കളിയും കാര്യവും കൗതുകവും ഒപ്പം ചരിത്ര മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഒരു ദൃശ്യ അനുഭവമിതാ സിനിച്ചിത്രത്താഴ്. സിനിമാ ലോകത്തെ കൗതുകങ്ങളുടെ താഴ് തുറക്കുന്ന സിനിച്ചിത്രത്താഴിലേക്ക് സ്വാഗതം. സിനിച്ചിത്രത്താഴിൽ പതിവ് പോലെ ആദ്യം കൗതുകച്ചെല്ലാം. തുടക്കം നന്നായാൽ പകുതി നന്നായി എന്നൊരു ചൊല്ലുണ്ട്. എത്രമാത്രം ശരിയാണത് എന്നറിയില്ല. എന്തായാലും ഒരു സംഗതി തുടങ്ങുമ്പോൾ പോസിറ്റീവായിരുന്നാൽ മുന്നോട്ടു പോകാൻ ഒരു ഉന്മേഷമുണ്ടാകും. ഇങ്ങനെ ദൈവികമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കും പല സിനിമകളുടെയും ആദ്യ സീൻ തുടങ്ങുക. അഭിനയിക്കാൻ വരുന്ന കന്യയപ്പന്മാർക്കും ആദ്യ സീൻ പ്രധാനം. കൂടെ അഭിനയിക്കുന്ന അഭിനേതാക്കൾ നന്നായി വരട്ടെ എന്നോ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നോ പറഞ്ഞാൽ പകുതി സമാധാനമായി. എന്നാൽ നന്ദുവിന്റെ അനുഭവം ഇതല്ലായിരുന്നു. ഏത് നന്ദു? യാതൊരു കാര്യവുമില്ല. കോൺസെൻട്രേഷൻ വേണം, ശ്രദ്ധ. അതാണ് പഞ്ചവൃത്തത്തിലെ കാര്യം. ഇനി ആരെങ്കിലും ഉണ്ടോ എന്റെ അടുത്ത് എതിർത്ത് മത്സരിക്കാൻ? ജീവിതത്തിൽ പോലും ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഡയലോഗ് കേട്ടുകൊണ്ടാണ് നന്ദു ആദ്യ സിനിമയിലെ ആദ്യ സീൻ അഭിനയിച്ചത്. വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സർവകലാശാലയാണ് ചിത്രം. ആദ്യമായി കിട്ടിയ അവസരം. ഇന്നസെന്റും മണിയമ്പിള്ള രാജുവും ഒപ്പമുള്ള സീനാണ്. വിസ്തരിച്ച് സമയം കളയാ സീൻ കാണാം. അല്ല പിന്നെ അതിപ്പോ കാശ് വെട്ടിക്കുന്നത് എന്നെ പറ്റി മാത്രമല്ലല്ലോ പറയുന്നത്, അല്ലേ സാർ? ഊതരുത്. താഴെക്കിട്ട് താങ്ങിയതാണെന്ന് മനസ്സിലായി. ഊതരുത്. പഞ്ചസാര വേണ്ടട്ടോ മാഡം? ചക്കരയാകാമോ സാർ? ഇതിലെന്താണ് കുഴപ്പം? ക്യാൻറ്റീനാണ് രംഗം. നല്ല സ്ഥലം. ചായയെക്കുറിച്ചാണ് പറയുന്നത്. നല്ല കാര്യം. ചക്കരയും പഞ്ചാരയും രണ്ടും മധുരമുള്ളത് തന്നെ. പക്ഷേ ഇനിയാണ് കുഴപ്പം. പഞ്ചസാര വേണ്ടട്ടോ മാഡം? ചക്കരയാകാമോ സാർ? ചക്കര നിന്റെ അച്ഛൻ. അച്ഛന് പറയരുത് കേട്ടോ, സാറിന്റെ അല്ല. അത്രേ ഉള്ളൂ. കന്നി സീനാണെന്ന് ഓർക്കണം. അങ്ങനെ മുഖത്ത് നോക്കി അച്ഛനെ വിളിക്കുന്നത് കേട്ടുകൊണ്ട് നന്ദു സിനിമയിൽ തുടക്കം കുറിച്ചു. പക്ഷേ അതുകൊണ്ട് ദോഷമുണ്ടായില്ല എന്നുള്ളതിന് തെളിവാണ് നന്ദുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മികച്ച വേഷങ്ങൾ. നിസാര കേസായിരുന്നു. മെയിൻ ലൈനിന്റെ വാൽവ് ഒന്ന് മാറ്റണം. അത് നാളെ മറ്റന്നാളെ ഞാൻ ചെയ്തോളാം. എന്താ ഇയാളുടെ ചാർജ്? ഓ, ഇതിനെന്ത് ചാർജ് സാറേ? ഒന്നുമില്ലേ? ഇല്ല. ഈ കാലിക്കുപ്പിയൊക്കെ പിറകി വിറ്റൂടെ? ഇയാള് പോയെ? ഓ മേശരിയാ, ഞാൻ കണ്ടില്ലായിരുന്നു. സുഖം തന്നെ. ഓ, എന്നാ പറയാനടാ, സുഖം അങ്ങോട്ട് കൂടിയിട്ടേ നിക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായിപ്പോയി. അയ്യോ, എന്നിട്ട് ആരെയും കാണിച്ചില്ലേ? കാണിച്ചു. ഇന്നലെ വൈകുന്നേരം ആ റോഡിലിറങ്ങി 2-3 നേരം ജൗളി പൊക്കി കാണിച്ചു. ഇപ്പൊ കുറച്ച് സുഖമുണ്ട്. എനിക്ക് രാവിലെ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഒരു ക്വാർട്ടറിനുള്ളത് വന്നിട്ട് പോടാ. എന്റെ 5 രൂപ പോലും ഇല്ല മേശരി. പ്രേമത്തിനും ഭ്രാന്തിനും കലയ്ക്കും അതിരുകളില്ല എന്ന് പറയാറുണ്ട്. പ്രേമത്തിനും കലയ്ക്കുമിടയിൽ എന്തിനീ ഭ്രാന്തിനെ ഉൾപ്പെടുത്തിയെന്നാണോ? എല്ലാം ഒരുമാതിരി ഭ്രാന്തല്ലേ മാഷേ? ദേശത്തിനും ഭാഷയ്ക്കും അതീതമാണ് കല എന്ന് പലപ്പോഴും നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ കാലത്തിനും ഭാഷയ്ക്കും അപ്പുറം നിൽക്കുന്ന എക്കാലത്തെയും മഹാപ്രതിഭ അദ്ദേഹം തന്നെ. എങ്കിലും അന്യദേശത്തു നിന്നുള്ള നടീനടന്മാർ അഭിനയിക്കാൻ വരുമ്പോൾ വാക്കിന്റെ വില എന്താണെന്ന് നമ്മൾ അറിയാറുണ്ട്. എന്താ എന്നെ കണ്ടിട്ടാണോ അങ്ങോട്ട് തിരിഞ്ഞു നടന്നേ? ഏയ് അല്ല, പിന്നെ മഴ വരുന്നത് കണ്ട്
മനസ്സിലൊന്നുമില്ലാത്ത ഒരു കള്ളം പറഞ്ഞാൽ അതപ്പം മുഖത്തറിയും. അങ്ങനെ പറഞ്ഞാൽ എന്താ? നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഇംഗ്ലീഷാ, വലിയ കാര്യാ. ഇത് പറഞ്ഞപ്പോഴാ കളക്ടർ പേടിച്ചു പോയത്. നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടേക്കാ ഒന്നുകൊണ്ടിൽ കൊണ്ടുപോണേ? ഇവിടെ ചികിത്സയല്ലേ ഇവൾക്ക്? നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരനി ആസ്പത്രി. സ്വർണം ഇല്ലാഞ്ഞിട്ടല്ല, ബാങ്കിൽ പോവാനും അത് പണയം വെക്കാനും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മലയാളത്തിൽ അവർ ഉരിയാടിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെയും ആ സീനുകളുടെ പൂർണ്ണത. ഇത്തരം സന്ദർഭങ്ങളിലാണ് ഡബ്ബിംഗ് എന്ന കലയുടെ പ്രാധാന്യവും പ്രസക്തിയും ഗരിമയും തിരിച്ചറിയുന്നത്. സമീപകാല ചിത്രമായ ഉർമി ഓർക്കുന്നില്ലേ? ജഗദീഷ് ശിവകുമാറിനും പൃഥ്വിരാജിനും പ്രഭുദേവയ്ക്കും ഒപ്പം ഉർമിയിൽ തല ഉയർത്തിയെന്ന കഥാപാത്രമാണ് ചിറക്കൽ തമ്പുരാൻ. വളർന്നു പൊങ്ങും തോറും നിനക്കൊരു നീലനിറം കൂടുന്നുണ്ടല്ലോ ഭാനു. കടലിൽ അങ്ങോട്ട് പാലം കെട്ടി ഗാമിയെ എഴുന്നള്ളിച്ച് മുൻഗാമിയെ നമിക്കണം. എന്റെ മകളെ ചുട്ടുകൊല്ലാൻ പറങ്കി ഇന്ന് ആയുധം വയ്ക്കുന്നു. കോലോത്തെ പെണ്ണിന്റെ നേരെയോ അറക്കലെ അഹമ്മദി അത്രയ്ക്കായോ കുടുംബം മുടിച്ചോരെ? ചിന്തിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ വേണ്ട, തിളച്ചെണ്ണയിലേറി വേണ്ട, കുട്ടിലിട ഞാനെ കൊണ്ട് ചവിട്ടിച്ചു കൊണ്ടുവാ കൊമ്പനെ. അമോൽ ഗുപ്തയാണ് നടൻ. അഭിനയത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലൂടെയാണ് സഞ്ചാരം. വേഷം കൊണ്ടും ഭാവം കൊണ്ടും കേരളത്തിൽ ജീവിച്ചിരുന്ന തനി നാടൻ പ്രഭു. സംഭാഷണമോ? ചേണിച്ചേരിയുടെ നയം നന്നായി. പുരാണവും പരിഭവം പറച്ചിലും കുറച്ച് കൂടിയോ എന്നേ. തന്ത്രവും കൗശലവും നർമ്മവും ചാലിച്ചുള്ള വാക്കുകളാണ്. ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി അറിയാവുന്ന, എന്നാൽ മലയാളം ഒട്ടുമറിയാത്ത അമോൽ ഗുപ്ത എങ്ങനെ ഇത് ഇത്ര ഭംഗിയായി ഒപ്പിച്ചു? ഡബ്ബിംഗ് ആണെന്ന് വ്യക്തം. എങ്കിലത് ആരാണ്? തരും തന്നതൊക്കെ കണ്ടു. കോലത്ത് നാട്ടിലെ മന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കോലത്തെനിക്ക് കുപ്പ. എന്തു വേണമെന്ന് എനിക്കറിയാം. എനിക്ക് കേട്ട് നല്ല പരിചയമുണ്ടല്ലേ? ഈ അടുത്ത സമയത്തും കേട്ടതുപോലെ എനിക്കും നല്ല പരിചയമുള്ള ശബ്ദമാണ്. ആള് സിനിമയുടെ സഹയാത്രികനാണ്, അഭിനയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് സ്പിരിറ്റിൽ മോഹൻലാലിനോടൊപ്പം ഒരു സീനിലുണ്ട്. ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് വിചാരിക്കാതിരുന്നാൽ ആളിനെ കാട്ടിത്തരാം. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം. ഈ ചില്ലയിൽ നിന്ന് ഭൂമി തൻ കൗമാരകാലത്തിലേക്ക് പറക്കാം. സ്വന്തം വീടിന്റെ പൂമുഖത്ത് നിന്ന് ആളാവുകയാണെന്ന് തെറ്റിദ്ധരിക്കരുതെന്ന് അപേക്ഷ. വിനയം വിടാതെ സത്യം വെളിവാക്കുന്നുവെന്നേ ഉള്ളൂ. ഉർമിയിൽ അമോൽ ഗുപ്തയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തത് ഹരീന്ദ്രനാഥ് എന്ന ഈ ഉള്ളവൻ തന്നെ. രാമരാജ്യത്തിൽ വാൽമീകിയെ അഭിനയിച്ച നാഗേശ്വര റാവുവിന് വേണ്ടി ശബ്ദം കൊടുത്തതും ഞാൻ തന്നെ. ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞോട്ടെ. ഡബ്ബിംഗ് ഒരു നിസ്സാര കാര്യമല്ല. ഹരി, അലിയാർ, ഷമ്മി തിലകൻ, ശോഭി തിലകൻ, ഭാഗ്യലക്ഷ്മി, ആനന്ദവല്ലി, ശ്രീജ, അങ്ങനെ നീളുന്നു. എല്ലാവരെയും അഭിനന്ദിക്കാതെ വയ്യ. പേരിന്റെ വേര് തേടി ഒരു യാത്ര. പേരും വേരും. തലമുറകളിലേക്ക് പേരുകൾ കൈമാറുന്ന ഒരു പതിവുണ്ട്. ഉദാഹരണത്തിന് ഉദയ കുടുംബം. സംവിധായകൻ കുഞ്ചാക്കോയുടെ മകൻ ബോബൻ കുഞ്ചാക്കോ, അദ്ദേഹത്തിന്റെ മകൻ കുഞ്ചാക്കോ ബോബൻ. അതുപോലെയാണ് ശിവജ്ഞാനത്തിൻ്റെ കാര്യവും. സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിൽ ശിവജ്ഞാനത്തിനൊരു പേരക്കുട്ടി ജനിച്ചപ്പോൾ ശിവജ്ഞാനം എന്ന് തന്നെ പേരിട്ടു. പിൽക്കാലത്ത് ഗായികയായി പേരെടുത്ത ശിവജ്ഞാനം മലയാളം സിനിമയിലും ഒത്തിരി നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്.
ഇത് നമ്മുടെ മാധുരിയുടെ പാട്ടല്ലേ? അല്ലെന്ന് പറഞ്ഞില്ലല്ലോ. മാധുര്യമുള്ള സ്വരത്തിൻ്റെ ഉടമയായ ശിവജ്ഞാനത്തിൻ്റെ പേര് മാറ്റി മാധുരിയാക്കിയതാണ്. രേഖകളിൽ മാധുരിയുടെ പേര് ശിവജ്ഞാനമെന്നാണ്. പാട്ടിന്റെ പിന്നിലെ അണിയറ കഥകളുമായി പാട്ടേ പാട്ടേ കൂടെവിടെ. ഒരു പടമൊക്കെ വരയ്ക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും. ഏതെങ്കിലും ഒരു വേഷം അഭിനയിക്കുകയും ചെയ്യാം. എന്നാൽ എല്ലാവരെ കൊണ്ടും സാധിക്കാത്ത ഒരു കാര്യമാണ് ഗാനാലാപനം. ദൈവദത്തമായ കഴിവുണ്ടെങ്കിൽ മാത്രമേ പാട്ടുപാടാൻ കഴിയൂ. അല്ലാതെയും പാടാം. കേൾക്കുന്നവർക്ക് ആത്മഹത്യാശ്രമമോ ശബ്ദപീഡനമോ ആയി തീരുവെന്ന് മാത്രം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോർതു. മതി, ഇപ്പൊ എത്രയും മതി. ഭാവഭംഗിയൂറുന്ന പാട്ടുകൾ എഴുതുന്ന കവികൾ നമുക്കുണ്ട്. എന്നാൽ മനസ്സിലെ സംഗീതം ആലാപനത്തിൽ വരുത്താൻ അവർക്ക് കഴിയാറില്ല. വയലാറോ ഭാസ്കരൻ മാഷോ ONV-യോ ശ്രീകുമാരൻ തമ്പിയോ പിന്നണിയിൽ പാടിയിട്ടില്ല. അത് സാഹസമാകും എന്നവർക്കറിയാം. എന്നാൽ ആ സാഹസം സ്വയം ഏറ്റെടുത്ത ഒരു കവിയും നമുക്കുണ്ട്. ആദ്യം പാട്ട് കേൾക്കുന്നത് തന്നെ. ഭൂമിക ഒന്നുണ്ടോടാ അപ്പ സാറ് പറഞ്ഞത് നേരാടാ. കള്ളടിച്ചിട്ടല്ലേടാ കാലുറയ്ക്കാഞ്ഞല്ലേടാ. ഭൂമിക്കും ലെവലില്ല നമുക്കും ലെവലില്ല അല്ലയോടാ. ഒരു ശബ്ദം യേശുദാസിൻ്റെതാണെന്നുള്ള ഉറപ്പ്. അപ്പോൾ മറ്റേ ശബ്ദമോ പാട്ടിൻ്റെ അണിയറയിൽ തന്നെയുള്ള ആളാണ്. ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയതിൻ്റെ റെക്കോർഡുമുണ്ട്. ബിച്ചു തിരുമലയാണ് യേശുദാസിനൊപ്പം പാടിയിരിക്കുന്നത്. ഓങ്ങാനിരിക്കണ നായയുടെ മണ്ടയിൽ തേങ്ങ വീണടകൂവേ. ഓങ്ങാനിരിക്കണ നായയുടെ മണ്ടയിൽ തേങ്ങ വീണടകൂവേ. അരിയും തിന്നവനാശാനം കടിച്ചെന്നിട്ടും മുറുമുറുപ്പ് അവൻ എന്നിട്ടും മുറുമുറുപ്പ്. അങ്ങനാണ് അരിയും തിന്നവൻ ആശാനം കടിച്ചെന്നിട്ടും മുറുമുറുപ്പ് അവൻ എന്നിട്ടും മുറുമുറുപ്പ്. ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. പാരം തങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടി നടപ്പു. വരുവിൽ നിങ്ങൾ വരുവിൽ. പായമില്ല മന്ത്രമില്ല ജാലവുമില്ല. ഹാസ്യാഭിനയത്തിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന വിശേഷണമുള്ള അടൂർ ഭാസി അനേകം സിനിമകളിൽ പാടിയിട്ടുണ്ട്. പിന്നെയും അനേക നടന്മാർ പാട്ടുകൾ പയറ്റി നോക്കിയിട്ടുണ്ട്. സ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും ഉൾപ്പെടെ. പൊലിയോ പൊലി പൂക്കില നാക്കില നിറനാഴിയളന്നു പൊലി. കൊയ്യാക്കതിരമ്പിളി അരിവാളറിയാതെ കൊയ്തുമതി.
പുലിയോ പുലി പൂക്കില നാക്കില നിറനാഴിയളന്ന പുലി കൊയ്യാക്കതിരമ്പിളിയരിവാൾ അറിയാതെ കൊയ്തുമെതി. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളിരിന്റെ ചീറ്റില്ല തറയില് പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകത. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കണ്ടതുപോലെ അകമേ ഇടയും ഞാൻ. അനുപദമൊരു താളം ഇനി നിറയും പുലരുകൾ തന്നിൽ ശ്രുതിമേറ്റം അറിയാൻ പറയാൻ ഞാൻ. ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ട് പോ. ആണ്ടലോണ്ടെ നേരെ കണ്ണിലെ ചന്ദിരന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ട് പോ. എന്നാൽ ഇക്കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന നടൻ മറ്റൊരാളാണ്. പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. കണ്ണെഴുതി പൊട്ടും തൊട്ട എന്ന സിനിമയിൽ അബ്ബാസിനു വേണ്ടി മോഹൻലാൽ പാടിയപ്പോൾ അതൊരു നേരം പോക്കായിട്ടേ എല്ലാവരും കരുതിയുള്ളൂ. എന്നാൽ പിന്നെയും മോഹൻലാൽ പാടി സ്വന്തം കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലതവണ. അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാര കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. മൂവാണ്ടൻ മാവേൽ വാവാ ഒരു പുന്നാരത്തേൻ കണി താത, നങ്ങേലി പശുവിന്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം. മലയാളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കും എന്നാണ് പറയാൻ വരുന്നതെങ്കിൽ വെയിറ്റ്. തമിഴിലും പാടിയിട്ടുണ്ട് ലാലേട്ടൻ. ചിത്രം പോപ്കോൺ. മലയാളം പോലെ തന്നെയല്ലേ തമിഴും, പിന്നെന്താ പ്രയാസം എന്ന് പറയാനും വരട്ടെ. ഹിന്ദിയിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് ഇഷ്ടൻ. ചിത്രം വിഷ്ണുലോകം. गर्दिश में हो आसमान का तारा हो, आवारा हो, आवारा हो. അവിടെ കൊണ്ടും തീരുന്നില്ല. പ്രണയം എന്ന ചിത്രത്തിൽ മോഹൻലാൽ പാടിയത് ആംഗലേയ ഭാഷയിലാണ്, അതായത് ഇംഗ്ലീഷിൽ. You want a lover, will do anything you ask me to. And if you want another kind of love, I'll wear a mask for you. പറഞ്ഞു പറഞ്ഞ് ഒരുപാട് പാട്ടായി അല്ലേ? അതെ, വിവിധ ഭാഷകളിലായി മോഹൻലാൽ പാടിയത് 30ഓളം പാട്ടുകളാണ്. മികച്ച അഭിനേതാവിൻ്റെ കസേരയുള്ള ഒരു വ്യക്തി ഇത്രയധികം പാട്ടുകൾ പാടുന്നത് റെക്കോർഡാണ്. അക്കാര്യത്തിൽ ലഫ്റ്റനന്റ് കേണലല്ല, ജനറലാണ് മോഹൻലാൽ. ഇനി വരാൻ പോകുന്നത് നാടൻ പാട്ടുമായിട്ടാണ് എന്നത് അടുത്ത കൗതുകം. ആറ്റുമണൽ പായയിൽ പന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി നീറാതെ നീറുന്നോരോർമ്മ തന്നെത്തിരി. എന്നെ വിട്ടിട്ടെന്റെ പോയി മഞ്ചാടിക്കുരുവി, നിന്നെ കാത്തി തീരത്തെന്റെ മോഹം വേരോടി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. സിനിമാ ലോകത്തെ കൂടുതൽ കൗതുക കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.